നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9:16. ഈശോയെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞ് ആ സുവിശേഷം എൻ്റെ അപ്പച്ചനായ ഈശോ കൂടെയുണ്ടെന്ന സുവിശേഷം എനിക്കും നിനക്കുമായി നിത്യരക്ഷ വാഗ്ദാനം ചെയ്തെന്ന സുവിശേഷത്തിനായി ജീവിക്കാൻ ഒരുങ്ങുമ്പോൾ ഓർക്കുക, മകനെ, നീ എനിക്ക് വേണ്ടി പീഡകൾ സഹിക്കേണ്ടി വരും, തിരസ്കരിക്കപ്പെടും. എങ്കിലും നീ എൻ്റെ നാമം ഉയർത്തുന്നതിനാൽ എല്ലാ ജനതകൾക്കും മുൻപേ ഉയർത്തി നിർത്തപ്പെടും. അതെ സഹോദരങ്ങളെ, സഹനങ്ങൾ ഏറ്റുവാങ്ങാൻ ഒരുങ്ങിക്കൊള്ളുക. അവ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് സഹിച്ചുകൊള്ളുക. തക്ക സമയത്ത് അവിടുന്ന് നിന്നെ മാനിക്കും. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചവർ അനേകം പീഡകൾ, ഒറ്റപ്പെടലുകൾ, തെറ്റിദ്ധാരണ, പ്രലോഭനങ്ങൾ, അപമാനം ഒക്കെ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയവരാണ്. ആ പീഡകൾ അവർ ഈശോയോടൊത്ത് സഹിച്ചപ്പോൾ ധാരാളം ആത്മീയ അനുഗ്രഹങ്ങൾ, ആനന്ദം ഒക്കെ അനുഭവിച്ചിരുന്നു. ആത്മാക്കളുടെ മാനസാന്തരത്തിന് കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അനേകർക്ക് പലതരത്തിലുള്ള സൗഖ്യങ്ങൾ, സമാധാനം, ആത്മീയ വിടുതൽ ഇവയെല്ലാം പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെട്ടു. മരണത്തിൻ്റെ കെണിയിൽ നിന്ന്, സാത്താൻ്റെ പരീക്ഷയിൽ നിന്ന് അവരെ അവിടുത്തെ വചനം വിടുവിച്ചു. അങ്ങനെ നാം എല്ലാം അവൻ്റെ നാമം ഏറ്റുപറയുന്നതിലൂടെ ലഭിക്കുന്ന പീഡകൾ ദൈവത്തിരുമുൻപിൽ കാഴ്ചവെച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും നിത്യരക്ഷ പ്രാപിക്കാൻ ഒരുങ്ങുകയും ചെയ്യണമേ.